ക്രിസ്പി കടലമുറുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ അളന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾക്ക് ഒരു ബേസിൻ എടുത്തിട്ട് ഈ അളന്ന് വെച്ചിട്ടുള്ള പൊടികൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കായപ്പൊടി, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്ത നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് ചൂട് ചെറുതായിട്ട് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൽ ഓമം അല്ലെങ്കിൽ കരിഞ്ചീരകം അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒരുപാട് ആവരുത്, നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതപ്പോൾ ഈ അച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 അച്ച് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറും അതുപോലെ തന്നെ ഇതുപോലെ 3 ഹോളുള്ള ഈ അച്ചും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. ഇനി നമ്മൾക്ക് ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കടലമുറുക്കിന് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടുക. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഈ അച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കുറച്ചായിട്ട് മാവ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മാവ് ചുറ്റിയെടുക്കാൻ പോകുന്നത് ഈ പാത്രത്തിലാണ്, ചെറിയൊരു പാത്രത്തിൽ. അപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് അത് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓട്ടക്കൈലിൻ്റെ ബാക്കിലും ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിരുന്നു. നന്നായിട്ട് ചൂടാവുമ്പോഴാണ് എണ്ണയിലേക്ക് ഇത് ഇടേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. പെട്ടെന്നായി കിട്ടും. ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റാം നമുക്ക്. ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത്
ഒരു മുറുക്കായിട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർ വെച്ചിട്ട് എങ്ങനെ ചുറ്റിയെടുക്കാമെന്ന് നോക്കാം. ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയിലിടുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിക്കണം, കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് പതുക്കെ താഴ്ത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ മറ്റൊരു ടൈപ്പ് മുറുക്കും നമ്മൾ ചുറ്റിയെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യും. ഇത് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ചെയ്താലും ഇത് ടേസ്റ്റ് ഉണ്ടാവും, നല്ല ക്രിസ്പി ആയിരിക്കും. കടലമുറുക്ക് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കടലമുറുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ടേസ്റ്റിയുമായ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്തൊരു കിടിലൻ വീഡിയോ പിന്നെ വരുന്നതായിരിക്കും. ബൈ.